സിറോ മലബാർ സഭ അവരുടേതായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് അവിടുത്തെ സമരം ചെയ്യുന്ന ആളുകളുടെ അവകാശങ്ങൾക്കൊപ്പമാണ് സിറോ മലബാർ സഭ. ആ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് കിരൺ റിജിജു അടക്കമുള്ളവർ പറയുമ്പോൾ സ്വാഭാവികമായും അതിന് പിന്തുണ കൊടുക്കും. പക്ഷേ അത് തെറ്റിദ്ധരിച്ച് സമരഭൂമിയിലെ ചിലർ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം നിൽക്കുന്നു, അവർക്ക് അനുകൂലമായ പ്രസ്താവന നടത്തുന്നു, അവർക്കൊപ്പം ചേരുന്നു എന്നുള്ളതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. അതായത് അവിടെ 19 പേര് BJPയിൽ ചേരുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ സാഹചര്യമെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടാണ് എന്ന് സിറോ മലബാർ സഭ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ മറ്റൊരു കാര്യമുണ്ട് സനീഷേ, കാരണം അവിടെ ആരാണ് ലത്തീൻ കത്തോലിക്കരായ ക്രിസ്ത്യാനികളാണ് ബഹുഭൂരിപക്ഷവും അവിടെ ഈ ഭൂമിയിന്മേലുള്ള അവരുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ട് കഴിയുന്നത്. ബാക്കി SNDP-കാരുണ്ട്, മറ്റ് ധീവര സംഘടന ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ആളുകളുണ്ട്, മുസ്ലിങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു പൊതു ചിത്രം. അപ്പോൾ അവിടെ പ്രധാനമായും ഇടപെടേണ്ട അല്ലെങ്കിൽ നേരിട്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട ലത്തീൻ കത്തോലിക്ക സഭ ആദ്യന്തം ഇക്കാര്യത്തിൽ കുറെ കൂടി പക്വതയോടെയാണ് പ്രതികരിച്ചു കൊണ്ടിരുന്നത് ആദ്യഘട്ടത്തിൽ മുതൽ. ഇപ്പോൾ വർഗീസ് ചക്കാലക്കലാണെങ്കിലും അത് മാത്രമല്ല, ഇപ്പോൾ ആംബ്രോസ് കോട്ടപ്പുറം അതിരൂപത ബിഷപ്പ് ആണെങ്കിലും ഒക്കെ ഇക്കാര്യത്തിൽ കുറച്ച് പക്വതയോടെയുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല, ഈ നിയമം കൊണ്ട് അത്ര പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് ആദ്യം പറയുന്നതും ലത്തീൻ കത്തോലിക്ക സഭ തന്നെയാണ്. കോട്ടപ്പുറം രൂപത തന്നെയാണ് ആദ്യം ഇക്കാര്യത്തിലൊരു അഭിപ്രായം പറയുന്നത്. അവിടെ ചില ആളുകൾ ഈ സാഹചര്യം നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്താണല്ലോ, ഈ മതത്തിൻ്റെ ഒരു സാധ്യതയുണ്ടല്ലോ, അവിടെ ഒരു കുഴപ്പമുണ്ടാക്കാനുള്ള സാധ്യത എവിടെ ഉണ്ടല്ലോ, അതിനെ പ്രയോജനപ്പെടുത്താമല്ലോ എന്ന് കരുതുന്ന ചിലർ നിരന്തരം കുത്തിത്തിരിപ്പുണ്ടാക്കി. അതിലൊന്നാമത്തെ കക്ഷിയാണ് ഈ കാസ. ഈ കാസ എന്ന ആ സംഘടനയ്ക്ക് അടിസ്ഥാനപരമായ ഒരു ട്രോജൻ കുതിരയുടെ സ്വഭാവം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിൽ ഈ ചിത്രത്തിൽ കാണുന്ന കാസ എന്ന എന്താണ് വിശുദ്ധമായ പദം ആ സംഘടനയ്ക്ക് എത്രത്തോളം ചേരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ നിലയ്ക്കല്ല അവർ ഇടപെടുന്നത്. കൃത്യമായ രാഷ്ട്രീയ പദ്ധതി അവർക്കുണ്ട്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായ മുസ്ലിം വിരുദ്ധതയാണ് ഏറ്റവും കൂടുതൽ അവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സംഘടന അവരവിടെ കൃത്യമായി ഇടപെടുന്നു, നിരന്തരം ഇടപെടുന്നു. ഈ പാവപ്പെട്ട ലത്തീൻ കത്തോലിക്ക സമുദായ അംഗങ്ങളും ഒക്കെ ആയിട്ടുള്ള സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു മുസ്ലിം വിരോധം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്തെമ്പാടും വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ നമ്മൾ പലയാവർത്തി പറഞ്ഞതുപോലെ ഹൈറേഞ്ചിലൊക്കെ പോയി ഈ ഭൂപ്രശ്നമാണെങ്കിൽ അത് ഉന്നയിക്കാമല്ലോ. സിറോ മലബാർ സഭക്കാരുടെ തന്നെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതൊന്നുമല്ല, ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കാനുള്ള ഒരു വിഷയമായി ഇതിനെ കണ്ടുകൊണ്ട് അവിടെ സൂക്ഷ്മമായി ഇടപെട്ടു എന്നതാണ് സംഭവിച്ചത്. ഇപ്പോൾ അത് സഭ തിരിച്ചറിയുന്നു. മാത്രമല്ല, ഇതിൻ്റെ പരിഹാരം എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ കമ്മീഷൻ ഉണ്ടാവണം, ഒരു ചർച്ച ഇവിടെ ഉണ്ടാകണം, കൂടിയിരുന്ന ചർച്ചയ്ക്കൊപ്പം കോടതിയിൽ നിന്നുള്ള പരിഹാര നിർദ്ദേശം വരണം. അതിനുശേഷം ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. അത് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒക്കെ സഹകരിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഈ ഒരു സഹകരണത്തിലൂടെയുള്ള പരിഹാരം എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തേണ്ടതെന്നുള്ള ബോധ്യത്തിലേക്ക് സഭയും എത്തിച്ചേർന്നിരിക്കുന്നത്.